വിചാരണ നാടകം. നാടകരചന ശ്രീ NK സെബാസ്റ്റ്യൻ. അഭിനേതാക്കൾ: രാധൻ കണ്ണപുരം, അംബുജാക്ഷൻ, AV സരസ്വതി, പ്രമീള മോഹൻ. സംവിധാനം V ചന്ദ്രബാബു. വിചാരണ. ഹലോ മോളോ, എന്തായി മോളെ? ഓവാ ഈശ്വര, ഇനിയിപ്പോഴെന്താ ചെയ്യാ? ലില്ലി, ശരി മോളെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ബട്ട് ഫോർ വാട്ട്? കോടതിയിൽ ഇന്ന് ഹരിയേട്ട് നേടിയ വിജയത്തിന്. ശ്രീദേവി ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ അറിഞ്ഞു? ഒന്നും രണ്ടും അല്ല, 23 വർഷമായില്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഹരിയേട്ടിന്റെ മുഖത്ത് മാറി മാറി പ്രത്യക്ഷപ്പെടുന്ന ഏത് ഭാവവും എനിക്കിപ്പോൾ നിഷ്പ്രയാസം മനസ്സിലാകും. പക്ഷേ ഈ 23 വർഷത്തിനിടയ്ക്ക് എത്രയെത്ര കേസുകൾ ഞാൻ വാദിച്ചു ജയിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും അതിന്റെ പേരിൽ നീ എന്നെ അഭിനന്ദിച്ചിട്ടില്ലല്ലോ. ഇന്നത്തേത് വെറും ഒരു സാധാരണ വിജയമല്ലല്ലോ. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമല്ലേ ഇത്? എതിർകക്ഷിയെ മാത്രമല്ല, സ്വന്തം ഭാര്യയെയും ഏക മകളെയും കൂടിയാണ് ഹരിയേട്ട ഇന്ന് നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞത്. ശ്രീകുട്ടി, പക്ഷേ ഈ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ നിങ്ങളുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമർന്നു പോയ കുറെ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഹരിയേട്ട് ചിന്തിച്ചതേയില്ലല്ലോ. അയ്യോ, നിന്റെ പരിഭവം തീർന്നില്ലേ ശ്രീദേവി ഇതുവരെ? എങ്ങനെ തീരും? ഇതിനു മുൻപ് നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? പറയൂ. ഇല്ല. ഒരു സാധാരണ സ്ത്രീയെ പോലെ എന്തെങ്കിലും ആവശ്യപ്പെട്ട് എന്തെങ്കിലും ഹരിയേട്ടനെ ഞാൻ ശല്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ലില്ലിയുടെ കേസിന്റെ കാര്യത്തിൽ ഞാൻ ഹരിയേട്ടന്റെ സഹായം ആവശ്യപ്പെട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, അല്ലേ? അതെ. എന്നിട്ടും നിങ്ങൾ എനിക്കത് സാധിച്ചു തന്നില്ല. ജീവിതത്തിൽ ആദ്യമായി ചെയ്തൊരു കൊലപാതകമല്ലേ, അതുകൊണ്ട് മാപ്പ് കൊടുത്തേക്കാമെന്ന് ഒരു കോടതിയും ചിന്തിക്കില്ല. കണ്ണും പൂട്ടിയിരിക്കുന്ന കോടതിയോടല്ല ഞാൻ ആവശ്യപ്പെട്ടത്. 23 വർഷം ഒരുമിച്ച് ജീവിക്കുന്ന, സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുകയും ഈശ്വരനെ പോലെ പൂജിക്കുകയും ചെയ്യുന്ന ഹരിയേട്ടനോട് ഇക്കാലമത്രയും ഒരടിമയുടെ അനുസരണയും ബഹുമാനവും വിധേയത്വവും കാട്ടിയ സ്വന്തം ഭാര്യയാണ് ആവശ്യപ്പെട്ടത്. ആവശ്യം ഒരു കൊലപാതകയെ രക്ഷിക്കാനുമായിരുന്നില്ല. നിരപരാധിയും നിഷ്കളങ്കയുമായ ഒരു പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് തന്നെയായിരുന്നു. നോക്കൂ ശ്രീദേവി, പലവട്ടം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണിത്. എന്നിട്ടും സത്യത്തിന് നേർക്ക് ഹരിയേട്ട മനഃപൂർവ്വം കണ്ണടച്ചു പിടിക്കുന്നു. എനിക്കതിന്റെ ആവശ്യമെന്ത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓ, ഒരുപക്ഷെ പ്രതിയുടെ പ്രത്യേകതകൾ ഹരിയേട്ടനെ സ്വാധീനിച്ചിരിക്കാം. തമ്പിക്ക് എന്താ ഇത്ര പ്രത്യേകത? കോടീശ്വരന്റെ മകൻ, സമൂഹത്തിൽ മാന്യതയുടെ പൊയ്മുഖം അണിയുന്നവൻ, അസാമാന്യ സ്വാധീന ശക്തിയുള്ളവൻ. ഇതിനൊക്കെ പുറമെ യഥാർത്ഥത്തിൽ കുറ്റവാളി. തമ്പി കുറ്റവാളി ആയിരിക്കാമെന്നല്ല, ആണ്. ഹരിയേട്ടന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം തമ്പി യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. ഒരു കുറ്റവാളി നിരപരാധിയാണെന്ന് വാദിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുക, ശിക്ഷ കൂടാതെ പ്രതിയെ വെറുതെ വിടുക. ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ കാര്യം. ഹരിയേട്ടന് തീർച്ചയായും ആഹ്ലാദിക്കാം, അഭിമാനിക്കാം. ഹരിയേട്ടന്റെ കുറ്റവാളിയായ കക്ഷിയെ വെറുതെ വിട്ടിരിക്കുന്നു. തെളിവുകൾ അയാൾക്ക് അനുകൂലമായിരുന്നു. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. അത് നിങ്ങളുടെ കോടതിയിൽ. മനസാക്ഷി എന്നൊരു കോടതിയില്ലേ? അവിടെ നിങ്ങൾക്ക് അയാൾ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനാവോ? ശ്രീദേവി, നീ ഒരു അഡ്വക്കേറ്റിന്റെ ഭാര്യയാണ്. ഒരു പാതിരിയെ പോലെ സംസാരിക്കരുത്. അഡ്വക്കേറ്റിന്റെ ഭാര്യ സ്ത്രീധനത്തിന്റെയും ആഭരണങ്ങളുടെയും സ്വന്തം ശരീരത്തിന്റെയും ഒപ്പം അവളുടെ മനസാക്ഷിയെ കൂടി അഡ്വക്കേറ്റിന് അടിയറ വെക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. കോടതിക്ക് വേണ്ടത് തെളിവുകളാണത്രേ. സ്വത്തും സ്വാധീനവും ഉള്ളവർക്ക് ഉള്ള തെളിവുകൾ നശിപ്പിക്കാം, ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാം. കുറ്റവാളിയെ നിരപരാധിയാക്കാം, നിരപരാധിയെ കുറ്റവാളിയോ ആക്കാം. ശ്രീദേവി, കോടതിയിൽ ഒരു പകൽ മുഴുവൻ വാദിച്ച് തളർന്നു വന്നിരിക്കുക ഞാൻ. കുടുംബത്തും വാദം തുടരാൻ ഉദ്ദേശമില്ല. കോടതിയിൽ കൈവരിച്ച നേട്ടം
കുടുംബത്ത് ആവർത്തിക്കാനാവില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്. അല്ല, കുടുംബത്തെ ഒരു കോടതിയായി മാറ്റിയാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട്. ഒരു നല്ല കുടുംബം പടുത്തുയർത്തുന്നതിന് പരസ്പര ധാരണയും വിശ്വാസവും അത്യാവശ്യമാണ്. കുടുംബാംഗങ്ങൾ അന്യോന്യം സംശയിക്കാനും പരസ്പരം കുറ്റാരോപണം നടത്താനും തുടങ്ങുമ്പോൾ കുടുംബം നരകമായി മാറുന്നു. ബാക്കി ഞാൻ പറയാം. കുടുംബത്ത് സദാ സ്നേഹത്തിന്റെ സൗരഭ്യം പരക്കണം. യെസ്. ആഹ്ലാദത്തിന്റെ അലകൾ ഉയരണം. സംതൃപ്തിയുടെ സുഗന്ധം വീശണം. അതെ, ഇതൊന്നും ശ്രീദേവി ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. വാസ്തവം, ഇതൊക്കെ എത്രയോ തവണ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഉപദേശങ്ങൾ ഹരിയേട്ടൻ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ടോ? എന്താ ശ്രീകുട്ടി നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ഇതുവരെ നിനക്കൊരു നല്ല ഭർത്താവും ഈ കുടുംബത്തിനൊരു നല്ല നാഥനുമായിരുന്നില്ലേ? പറയേ. സ്വന്തം കുടുംബത്തെ അതിരിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് തൊട്ടയലത്തെ കുടുംബങ്ങളിലുള്ളവരുടെ വേദനയും കണ്ണീരും ഇത്ര ക്രൂരമായി എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നു? ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലും ഒടുവിൽ നീ ചെന്ന് നിൽക്കുന്നത് ആ കേസിലാ. ശ്രീദേവി, ഇനിയെങ്കിലും നീ ഒന്ന് മറക്ക് പ്ലീസ്, പ്ലീസ്. എനിക്കതിന് കഴിയുന്നില്ല ഹരിയേട്ട. ലില്ലിയുടെ ദുരന്തം ഉമിത്തി പോലെ എന്റെ മനസ്സിൽ നീറിപ്പടരുന്നു. തുളസിക്കതിർ പോലെ നിഷ്കളങ്കയാണ് ആ പെൺകുട്ടി. അതെനിക്കറിയാം. നമ്മുടെ ബിന്ദുമോളോടൊപ്പം ഈ വീട്ടുമുറ്റത്ത് കളിച്ചു വളർന്നവൾ, ബിന്ദുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, സ്ത്രീ ശക്തിയുടെ പ്രവർത്തനങ്ങളിൽ ബിന്ദുവിന്റെ സഹായി. നിങ്ങൾ ജനിക്കും മുമ്പേ അവളുടെ അമ്മ ഇവിടുത്തെ ജോലിക്കാരിയായിരുന്നില്ലേ? ചെറുപ്പത്തിൽ നിങ്ങളെ എടുത്തോണ്ട് നടന്നിട്ടുണ്ടായ തഴമ്പ് ഒക്കത്ത് ഇപ്പോഴും ഉണ്ടെന്ന് അവർ പറയാറുണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷേ പാവപ്പെട്ട ആ കുടുംബത്തോടുള്ള കടപ്പാടുകൾ ഹരിയേട്ടൻ മറന്നു. അവളുടെ കണ്ണീരും കഷ്ടപ്പാടുകളും ഹരിയേട്ടൻ കണ്ടില്ലെന്ന് നടിച്ചു. ലില്ലിയുടെ അപ്പച്ചൻ മരിച്ചത് പേമാരിക്കിടയിൽ മടവീണ നമ്മുടെ പുഞ്ചപ്പാടത്തെ കൃഷി രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നില്ലേ? ഭർത്താവിന് നഷ്ടപ്പെട്ട അവർ എന്തു പാടുപെട്ടാണ് ലില്ലിയെയും അനുജത്തിയെയും വളർത്തിയത്. എന്തെന്ത് പ്രതീക്ഷകളോടെയാണ് അവർ ലില്ലിയെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കിയത്. ആ സാധു സ്ത്രീയുടെ പ്രതീക്ഷകളൊക്കെ തകർത്തില്ലേ? പാവപ്പെട്ട ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചില്ലേ? എല്ലാറ്റിനും ഹരിയേട്ടൻ കൂട്ടുനിന്നില്ലേ? ശ്രീദേവി, പല ആവർത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാജശേഖരൻ തമ്പി സ്കൂളിലും കോളേജിലും എന്റെ സഹപാഠിയായിരുന്നു. എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് അയാൾ. അയാളുടെ മകൻ ഒരു റേപ്പ് കേസിൽ കുടുങ്ങിയെന്നും ആ കേസ് ഞാൻ ഏറ്റെടുത്ത് നടത്തണമെന്നും ആവശ്യപ്പെട്ടപ്പോ എനിക്ക് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. റേപ്പ് ചെയ്യപ്പെട്ടത് ലില്ലിയാണെന്ന് എനിക്കിപ്പോ അറിയില്ലായിരുന്നു ശ്രീദേവി. അതറിഞ്ഞപ്പോഴെങ്കിലും ആ വക്കാലത്ത് ഹരിയേട്ടൻ ഉപേക്ഷിക്കായിരുന്നു. അതെന്റെ പ്രൊഫഷനെ ബാധിക്കില്ലേ? 23 വർഷം ഒരു അഡ്വക്കേറ്റിന്റെ ഭാര്യയായി ജീവിച്ച ശ്രീദേവി ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. കഷ്ടമായത് ലില്ലിയുടെ കാര്യമാണ്. എനിക്കറിയാം. അതുകൊണ്ടല്ലേ അവൾക്ക് വേണ്ടി സാക്ഷിയാകാൻ നമ്മുടെ ബിന്ദുമോളെ ഞാൻ അനുവദിച്ചത്. ഏക മകൾ കോടതിയിൽ അച്ഛന്റെ കക്ഷിക്കെതിരെ സാക്ഷി പറയുക ഈ ലോകത്ത് ഏതച്ഛൻ അനുവദിക്കും? സാക്ഷി പറയുന്നതിന് പുറമെ ലില്ലിയുടെ കേസ് നടത്തിയത് നമ്മുടെ ബിന്ദുമോളും അവൾ നേതൃത്വം നൽകുന്ന സ്ത്രീ ശക്തിയും. ഞാൻ അതും സമ്മതിച്ചില്ലേ? ഞാൻ കാട്ടിയ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കോടതി വിധി അംഗീകരിക്കാൻ ശ്രീദേവിയും സന്നദ്ധയാവണം. ലില്ലിയുടെയും കുടുംബത്തിന്റെയും ഈ തകർച്ച നിശബ്ദം നോക്കി നിൽക്കാൻ എനിക്കാവുന്നില്ല ഹരിയേട്ട. പറയുന്നത് ക്രൂരമായിരിക്കാം, എങ്കിലും സത്യം പറയണമല്ലോ. ഈ തകർച്ചയ്ക്ക് ഉത്തരവാദി ലില്ലി തന്നെയാണ്. സ്വന്തം കുടുംബത്തെ പോറ്റാൻ ഒരു ജോലിക്ക് ശ്രമിച്ചതാണോ അവൾ ചെയ്ത തെറ്റ്? ആ ശ്രമത്തിനിടയ്ക്ക് ചെന്നായ്ക്കളുടെ മാളത്തിൽ സ്വയം ചെന്ന് തലവെച്ച് കൊടുത്തത് തെറ്റ് തന്നെയാ. ഹാട്ടിൻതോൾ ധരിച്ചിരുന്നുകൊണ്ട് ആ ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണവൾ. പഠിച്ചു ബിരുദം നേടിയവൾ, സ്ത്രീശക്തി പോലെയുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നവൾ, കുറെയൊക്കെ ലോകം കണ്ടവൾ. അങ്ങനെയുള്ള ലില്ലിക്ക് അത് കഴിയണമായിരുന്നു. സ്വന്തം കഴിവുകേട് കൊണ്ട് വരുത്തിവെച്ച വിനകൾക്ക് മറ്റുള്ളവരെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. പ്രയോജനമില്ലെന്നറിയാം. നമ്മുടെ മോളുടെ മാത്രം പ്രായമുള്ള അവളെ പോലെ തന്നെ നമുക്ക് വേണ്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നു പോയെന്ന് സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തൊക്കെയായാലും ഗസ്റ്റ് ഹൗസിൽ ഇന്റർവ്യൂവിന് ലില്ലി ഒറ്റയ്ക്ക് പോകരുതായിരുന്നു. അവൾക്ക് കൂട്ടുപോകാനുണ്ടായിരുന്നത് അനുജത്തി മാത്രമായിരുന്നു. എന്തുകൊണ്ട് ലില്ലി അനുജത്തെ കൂടെ കൊണ്ടുപോയില്ല? എങ്കിൽ പിന്നെ ചെന്നായ്ക്കൾ അവളെയും കടിച്ചു കീറുമായിരുന്നു. അവളുടെ സാന്നിധ്യം ഒരുപക്ഷെ ആ ദുരന്തം ഒഴിവാക്കാൻ സഹായകമായിരുന്നേനെ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ലില്ലിയുടെ ജീവിതത്തിന് ഏറ്റ കളങ്കത്തിന്റെ കരിനിഴൽ അവളുടെ അനുജത്തിയുടെ ജീവിതത്തെയും ബാധിക്കില്ലേ എന്ന എന്റെ പേടി. കാലം കുറെ കഴിയുമ്പോ ജന ഇതൊക്കെ മറക്കും ശ്രീദേവി. കാലം എത്ര കഴിഞ്ഞാലും നൊന്തുപെറ്റ അമ്മയ്ക്കിത് മറക്കാനാവോ? ആ സാധു സ്ത്രീയുടെ ശാപമേറ്റാൽ അരിയേട്ടാ, നമുക്കും ഒരു പെൺകുട്ടിയാണുള്ളത്. നീ എന്തിനിങ്ങനെ ആവശ്യമില്ലാതെ ഭയപ്പെടുന്നു? നമ്മുടെ മകളുടെ വിവാഹം നമ്മൾ പണ്ടേ നിശ്ചയിച്ചതല്ലേ? ചിങ്ങം 13-ാം തീയതി രാവിലെയുള്ള ശുഭമുഹൂർത്തത്തിൽ ബിന്ദുമോളും ഡോക്ടർ സുരേഷ് കുമാറുമായുള്ള വിവാഹം നടക്കില്ലേ? ഇന്നേക്ക് 42-ാം പക്കം ഈ വീട്ടുമുറ്റത്തൊരു 3 നില പന്തലുയരും.
ആ പന്തലിൽ വെച്ച് ബിന്ദുമോളും ഡോക്ടർ സുരേഷ് കുമാറും തമ്മിലുള്ള വിവാഹം അത്യാർഭാടപൂർവ്വം നമ്മൾ ആഘോഷിക്കും. ഈ നാട്ടിൽ ഇതുവരെ നടന്ന ഏത് വിവാഹത്തെക്കാളും കേമമായി, ഇനി ആർക്കും നടത്താൻ കഴിയാത്തത്ര കെങ്കേമമായി. ബിന്ദുമോളെ അവളെ വിളിക്ക്. എന്തായി പാക്കറ്റ്? ആ കേസ് ജയിച്ച സന്തോഷത്തിന് ബിന്ദുവിന് സമ്മാനിക്കാനായി ഗോപൻ തമ്പി തന്നയച്ചതാ. എന്താ നോക്കട്ടെ. ഇത് ചോക്ലേറ്റ് ആണല്ലോ. ബിന്ദുമോൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് ഗോപൻ തമ്പി എങ്ങനെ അറിഞ്ഞു? നിങ്ങൾക്ക് എങ്ങനെ തോന്നി അവന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ? വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. തമ്പി സമ്മതിക്കണ്ടേ? അവനെതിരെ കേസ് നടത്തിയെങ്കിലും അവന് ബിന്ദുവിനോട് ഒരു നീരസൂല്ലെന്ന് കാണിക്കാനാകും. ആ ബിന്ദുവോളെ വിളിക്ക്. അവളിവിടെ ഇല്ല. എവിടെ പോയി? കോടതിയിൽ പോയതാ. 7:30 കഴിഞ്ഞല്ലോ. കോടതിയിൽ നിന്ന് ബീച്ചിൽ പോകുമെന്ന് പറഞ്ഞാ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ബീച്ചിൽ കാണണമെന്ന് സുരേഷ് പറഞ്ഞിരുന്നത്രേ. ഇരുട്ടായല്ലോ. അല്ല, അവളെ കൊണ്ടുവരാൻ കാറായിക്കട്ടെ? വേണ്ട, സുരേഷ് ഒപ്പം ഉണ്ടല്ലോ. ആ ശരി, എന്നാ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ഹരിയേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലില്ലിയെ? തീർന്നില്ലേ നിന്റെ ക്രോസ് വിസ്താരം? അതിന് ഇത് Order, order. The court is adjourned today till 10 a.m. tomorrow for further hearing. Yes, yes, my lord. വരൂ സുരേഷ്, വരൂ. അല്ലമ്മ, വിസ്താരം വീട്ടിലും തുടങ്ങി. എടോ, ഒരു നല്ല ഭർത്താവായി തീരാൻ ഒരുവൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണമെന്ന് ഡോക്ടർ സുരേഷ് കുമാറിന് വല്ല നിശ്ചയമുണ്ടോ? താൻ അനുഭവിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഭാവിയിലെ മരുമോൻ ഇങ്ങ് വന്നു കയറിയില്ല, അതിനു മുമ്പേ തുടങ്ങിയോ പരദൂഷണം? അടിയൻ തിരുത്തി. ഭവതി പരിഭവിക്കല്ലേ. 100 വയസ്സായാലും സുരേഷ് മരിക്കില്ല കേട്ടോ. എന്താ, ഭർത്താവ് മൂത്ത് നരകിച്ചേ മരിക്കുകയെന്ന് മകളുടെ ജാതകത്തിലുണ്ടോ? അയ്യോ, സുരേഷിന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ ഞങ്ങളിപ്പോ. അമ്മാവൻ കോടതിയിൽ ഉള്ള നുണകളൊക്കെ വിളമ്പി കുറേയേറെ പേരുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മാവന്റെ മരുമകൻ കുറച്ചേറെ കാലം കിടന്നു കഷ്ടപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമാണോ? അമ്മാവൻ ചെയ്തു കൂട്ടുന്ന തിന്മകളുടെയൊക്കെ ദൂഷ്യഫലങ്ങളെ തന്റെ ഈ അമ്മായിയുടെ സൽപ്രവൃത്തികൾ ഇല്ലായ്മ ചെയ്തുകൊള്ളും. അതുകൊണ്ട് എന്റെ നുണകൾ ഓർത്ത് മോൻ ബേജാറാവേണ്ട. അങ്ങനെയാണെങ്കിൽ ഏറെ നാള് കിടത്തി വല്ലാണ്ട് വലയ്ക്കാതെ പടച്ച തമ്പുരാൻ ഷഠേന്ന് എന്നെ അങ്ങ് വിളിച്ചോളൂ. അല്ല അമ്മവ, കോടതിയിൽ നിന്ന് ക്ഷീണിച്ച് തളർന്നു വന്ന എന്നെ ഒരു കപ്പ് ചായ പോലും തരാതെ ഇതുവരെ ക്രോസ് വിസ്താരം നടത്തുകയായിരുന്നു തന്റെ ഈ അമ്മായി. ഇനിയിപ്പോ അനന്തരവന്റെ വിസ്താരം കൂടി വേണോ? അയ്യോ, ഇതുവരെ ചായ കിട്ടിയില്ല. സംസ്ഥാനത്തെ ഏറ്റവും സമർത്ഥനും പ്രശസ്തനുമായ അഡ്വക്കേറ്റായ ഹരീന്ദ്രനാഥിനെ ജോലി ചെയ്ത് തളർന്നു വന്നപ്പോൾ ഒരു കപ്പ് ചായ പോലും കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് ഹീനമാണ്, പൈശാചികമാണ്. അമ്മായി, ഈ പീഡനം ഉടനടി അവസാനിപ്പിക്കണം. ഓ, അവസാനിപ്പിക്കാമേ. എന്താണ് എന്റെ അനന്തരവന് കുടിക്കാൻ വേണ്ടത്? ആദ്യം 2 കപ്പ് ചായ. അമ്മാവനുള്ളത് പഞ്ചസാര ഇടാതെ, ഈ ഉള്ളവനുള്ളത് പാലും പഞ്ചസാരയും ചായപ്പൊടിയും പാകത്തിന് ചേർത്തത്. കമോൺ. ഓ, ഉത്തരവ്. അയ്യോ, രക്ഷപ്പെട്ടു. എടോ സുരേഷ്, താനിപ്പോ വന്നത് നന്നായി. അല്ലെങ്കിൽ വൈകുന്നേരം പതിവുള്ള ചായ കൂടി ഇന്ന് മുടങ്ങിയല്ലേ? അതല്ലടോ, ഞാൻ കോടതിയിൽ നിന്ന് വന്നപ്പോ തുടങ്ങിയതാ. തന്റെ അമ്മായി എന്നെ ഇതുവരെ നിലത്ത് നിർത്തിയിട്ടില്ല. അത് അമ്മായിക്ക് അമ്മാവനോടുള്ള സ്നേഹം കൊണ്ടാവും. അതല്ല ഡോക്ടർ, മറ്റേ കേസില്ലേ, ആ റേപ്പ് കേസ്. അമ്മാവൻ ഒരു വശത്തും അമ്മായിയും ബിന്ദുവും അവരുടെ സ്ത്രീശക്തി മറുവശത്തു നിന്ന് പൊരുതി ആ കേസ്. അതിന് വിധിയായി. എന്താ വിധി? ആ ചെക്കന് തട്ട് കിട്ടിയോ? അതെന്താടോ, തനിക്കെന്റെ കഴിവിലൊരു വിശ്വാസക്കുറവ് പോലെ? അയ്യോ, അതല്ല, ആ ചെക്കൻ കുറ്റവാളിയാണെന്ന കാര്യത്തിൽ ഒരു വിശ്വാസക്കുറവുമില്ല. എന്നാൽ കേട്ടോ, പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ട കോടതി അവനെ വെറുതെ വിട്ടു. അമ്മാവ, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു ഡോക്ടർ സുരേഷ്. ഈ അമ്മാവനെ സമ്മതിച്ചിരിക്കുന്നു. ഇനി ഏതായാലും ധൈര്യമായി എനിക്ക് ബിന്ദുവിന് വിവാഹം ചെയ്യാം. കൊള്ളാം. എനിക്ക് കിട്ടുന്ന കേസുകളൊക്കെ ജയിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കേസുകൾ കിട്ടും. അതോടെ എന്റെ വരുമാനവും വർദ്ധിക്കും. ഇങ്ങനെ വർദ്ധിക്കുന്ന വരുമാനത്തിനൊക്കെ അവകാശി എന്റെ മകളും അവളുടെ ഭർത്താവുമായിരിക്കും. ഇതൊക്കെ അല്ലടോ തന്റെ മനസ്സിലിരിപ്പ്. Am I right, doctor? No, you are wrong. Absolutely wrong. പണം ആർക്ക് വേണം അമ്മാവ? അമ്മാവൻ 10 കേസുകൾ പിടിച്ച് രാപ്പകൽ കുത്തിയിരുന്ന് ഉള്ള നിയമപുസ്തകങ്ങളും ജഡ്ജ്മെന്റ്സും ഒക്കെ അരിച്ച് പെറുക്കി പഠിച്ച് വാദിച്ചുണ്ടാക്കുന്ന പണം ഞാൻ ഒരൊറ്റ ഓപ്പറേഷൻ കൊണ്ടുണ്ടാക്കും. പിന്നെന്താടോ? അല്ല, വല്ലപ്പോഴും വല്ല പ്രലോഭനങ്ങളിലും പെട്ട് ഒരു റേപ്പ് കേസിൽ എങ്ങനെ കുടുങ്ങിപ്പോയാൽ അമ്മാവൻ കേസ് വാദിച്ച് എന്നെ രക്ഷിക്കുമല്ലോ. എനിക്കിനി ധൈര്യമായി വല്ല കുസൃതിയും കാണിക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും വീഴ്ച തന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ നിമിഷം ഞാൻ ബിന്ദുവിനെ കൊണ്ട് ഡൈവോഴ്സിന് പെറ്റീഷൻ ഫയൽ ചെയ്യിക്കും. ഞാൻ തന്നെ വാദിച്ച് ജയിക്കുകയും ചെയ്യും. അയ്യോ, അങ്ങനെ ഒരു വശമുണ്ടല്ലോ, ഞാനത് ഓർത്തില്ല. എന്തൊരു മണ്ടൻ.
അപ്പോൾ ഈ വക്കീൽ എന്ന് പറയുന്ന സാധനം ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണല്ലേ? ഇങ്ങനെ ഡായ് യാർ നീ ഇങ്ങ വന്ന് നമ്മ രാജാതിരാജനെ ദേഹത്തൊക്കെ നിരച്ചാൽ ഉൻ തല എൻ വാൾക്കാല്. അമ്മവ, ആ റേപ്പ് കേസിലെ പയ്യന്റെ പേരെന്താ? ഗോപൻ തമ്പി. ആ, തമ്പി. യഥാർത്ഥത്തിൽ അവൻ കുറ്റവാളിയല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അവൻ യഥാർത്ഥ കുറ്റവാളി തന്നെ. അമ്മാവൻ പിന്നെ എങ്ങനെ അവനെ രക്ഷപ്പെടുത്തി? തമ്പിയുടെ കമ്പനിയിൽ ക്ലർക്ക് ജോലിക്ക് ഇന്റർവ്യൂവിന് ചെന്ന പെൺകുട്ടിയെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയെന്നായിരുന്നല്ലോ കേസ്. രാവിലെ ആയിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും പെൺകുട്ടി മനഃപൂർവ്വം ഗസ്റ്റ് ഹൌസിൽ തങ്ങി. ഉച്ച കഴിഞ്ഞ ഇന്റർവ്യൂവിന് ശേഷം ഗസ്റ്റ് ഹൌസിലെ മുറിയിൽ വിശ്രമിച്ചിരുന്ന തമ്പിയെ അവൾ ഏകയായി സമീപിച്ചു. അയാളെ എങ്ങനെയും വലയിൽ വീഴ്ത്തി ജോലി നേടുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അവളുടെ പ്രലോഭനങ്ങൾക്ക് വശംവദനാകാൻ തമ്പി കൂട്ടാക്കിയില്ല. അപ്പോൾ അവൾ തമ്പി തന്നെ മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുമെന്ന് തമ്പിയെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടും പ്രയോജനമില്ലെന്ന് കണ്ടപ്പോ അറ്റ കൈക്ക് അവൾ ബഹളമുണ്ടാക്കുക തന്നെ ചെയ്തു. ജനമോടിക്കൂടി. എങ്ങനെയും ജോലി നേടുക, അല്ലെങ്കിൽ തമ്പിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം പിടുങ്ങുക, ഇതായിരുന്നു അവളുടെ ഉദ്ദേശം. കേസ് ഞങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു. എടോ, തമ്പി പണം വാരി വിതറുന്നു, ആവശ്യമുള്ള സാക്ഷികളെ അണിനിരത്തുന്നു, യഥാർത്ഥ കുറ്റവാളിയെ നിരപരാധിയായി പ്രഖ്യാപിക്കുന്നു. എന്താ, കൊള്ളാവടോ? കൊള്ളാമൊന്നു. വക്കീല് പണി ഉപേക്ഷിച്ചിട്ട് അമ്മാവൻ വല്ല സീരിയൽ എഴുതാൻ പോ. 10 പൈസ ഉണ്ടാക്കാം, പേരും ഉണ്ടാക്കാം. എനിക്കിപ്പോഴുള്ള പേരും പൈസയും ഒക്കെ മതി. കൂടുതൽ പൈസ ഉണ്ടാക്കി തന്നെ ഇങ്ങ് സുഖിപ്പിക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. ഏതായാലും ആ പെണ്ണിന്റെ ജീവിതം തകർന്നു. ആ ഒരു കാര്യത്തിലാടോ എനിക്ക് ദുഃഖം. അവളുടെ കുടുംബത്തോട് എനിക്ക് കുറേയേറെ കടപ്പാടുകളുള്ളതാ. അതുകൊണ്ട് ഞാനൊരു കാര്യം ആലോചിക്കുക. കുറെ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കോലാഹലങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് ആ കുട്ടിക്ക് എന്റെ ഓഫീസിൽ ഒരു ജോലി കൊടുത്താലോ എന്ന്. ദാറ്റ് ഈസ് ഗുഡ് ഐഡിയ. തന്നോട് പറഞ്ഞതേ ഉള്ളൂ, തീരുമാനമൊന്നും ആയിട്ടില്ല. തൽക്കാലം തന്റെ അമ്മായി ഇതറിയണ്ട. എന്റെ അമ്മാവൻ ഒരു ബുദ്ധി രാക്ഷസൻ തന്നെ. അതെന്താ? ഒരിക്കൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുളിരില്ലല്ലോ. ഇവിടെ ആർക്കാടോ നനവും കുളിരും? ഒന്നും അറിയാത്ത പോലെ ഭയങ്കരം തന്നെ. ചായ റെഡി. എന്താ ചിരിച്ചത്? സുരേഷ് വല്ല വളിപ്പു അടിച്ചോ? ഓ, കളഞ്ഞു. വളിപ്പോ നല്ല ഒന്നാം തരം ഒരു നമ്പർ അയച്ചതാ ഞാൻ. ഇതൊക്കെ കൊണ്ടാ രോഗികളുടെയും നഴ്സുമാരുടെ ഇടയിൽ ജീവിച്ചു പോകുന്നത്, അല്ലേ സുരേഷ്? സത്യം. സുരേഷിന്റെ സ്വന്തം ഹോസ്പിറ്റലല്ലേ? അപ്പോൾ പിന്നെ അവിടുത്തെ ജീവനക്കാർക്കും അന്തേവാസികൾക്കും സുരേഷിന്റെ നമ്പറുകളും മറ്റും സഹിക്കല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. അത് കള. അവരൊക്കെ പറയുന്നത് ഞാൻ ഫിലിം ഫീൽഡിൽ ഇറങ്ങണമെന്നാണ്. അവിടെ എനിക്ക് അസലായി ഷൈൻ ചെയ്യാൻ കഴിയുമത്രേ. അതിനർത്ഥം സുരേഷിനെ ഡോക്ടർ പണിക്ക് കൊള്ളില്ലെന്ന്. സുരേഷിന്റെ പേഷ്യൻസിന്റെ കാര്യത്തിൽ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫിന് സ്വാഭാവികമായും ഉത്കണ്ഠ കാണും, അല്ലേ? ഹൗ, ആശ്വാസായി. അമ്മായി ഒന്ന് ചിരിച്ചല്ലോ. ബലാത്സംഗവും ക്രോസ് വിസ്താരവും ഒക്കെയായി അല്പം ടെൻഷനിലായിരുന്നല്ലോ അമ്മായിയും അമ്മാവനും. അതൊന്ന് മാറ്റിയെടുക്കാനല്ലേ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെട്ടത്. കളഞ്ഞു. ബലാത്സംഗം എന്ന് കേട്ടതോടെ അമ്മായിയുടെ മുഖം വീണ്ടും കടന്തൽ കുത്തിയതുപോലെയായി. നിങ്ങൾ ചിരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കുകയും നിങ്ങൾ കരയിപ്പിക്കുമ്പോൾ ഞങ്ങൾ കരയുകയും ചെയ്യുന്നു. നിങ്ങൾ കൈഞ്ഞൊടിക്കുന്നു, ചരട് വലിക്കുന്നു. അതിനൊപ്പം ഞങ്ങൾ കൈകാലുകൾ ചലിപ്പിക്കുന്നു, ചാടുന്നു, കുട്ടിക്കരണം മറയുന്നു. അയ്യോ അമ്മായി, ഞാനൊരു നമ്പർ അടിച്ചതല്ലേ. അപ്പോഴൊക്കെ അമ്മായി വെറുതെ ഞങ്ങളും നിങ്ങളും ഒന്നൊക്കെ. ഇതാണ് ഇവളുടെ തകരാറ്. എന്തിനും ഏതിനും പരിധി വിട്ട സീരിയസ്നെസ്. ആവശ്യമില്ലാതെ ഒന്നും വളരെ സീരിയസ് ആയിട്ട് എടുക്കരുതെന്ന എന്റെ പോളിസി. ശ്രീദേവി, ജീവിതത്തെ കുറെ കൂടി ലാഘവത്തോടെ നേരിടണം. ഗൗരവത്തോടെയാണെങ്കിലും ലാഘവത്തോടെയാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പുരുഷന്മാർ ഒന്നിക്കും, ഒരുമിച്ച് സ്ത്രീകളെ ചവിട്ടി അരയ്ക്കും. അപ്പോഴൊക്കെ നിങ്ങളൊന്ന്. അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞത്? തമ്പിയുടെ കേസിൽ സുരേഷ് അമ്മാവന്റെ പക്ഷത്തായിരുന്നോ? അത് അമ്മായി, ഈ നാട്ടിലെ പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് അമ്മാവൻ. അമ്മാവൻ തമ്പിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുക, ബിന്ദു അമ്മാവന്റെ എതിർകക്ഷിക്ക് വേണ്ടി സാക്ഷി പറയുക, പണം മുടക്കുക, കേസ് നടത്തുക, കോടതിയിൽ അമ്മാവനും ബിന്ദുവും ശത്രുക്കളെ പോലെ പരസ്പരം ഏറ്റുമുട്ടുക, ജനം അത് കണ്ട് ആർത്തിച്ചിരിക്കുക. അതൊഴിവാക്കാൻ വേണ്ടിയാണ് ബിന്ദുവിനെ തമ്പിക്കെതിരായുള്ള കേസിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത്. പിന്നെ സ്ത്രീശക്തി, സാധുജന സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് ബിന്ദു വെളിയിൽ അലഞ്ഞു നടക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാൻ കരുതി കൂടുതൽ ബലാത്സംഗങ്ങൾ നടന്നു കാണണമെന്ന് സുരേഷ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഞാൻ എന്തിനാ അങ്ങനെ ആഗ്രഹിക്കണം? സുരേഷ് ഡോക്ടർ മാത്രമല്ല, ഹോസ്പിറ്റൽ ഉടമ കൂടിയാ. ബലാത്സംഗവും തുടർന്ന് ഗർഭധാരണവും പിന്നീട് അബോഷനും ഒക്കെ കൂടുതൽ സംഭവിച്ചാൽ സുരേഷിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിക്കുമല്ലോ. അമ്മായി, ശ്രീദേവി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മായി നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ വളിപ്പടിക്കും, പരിഭവം പറയും, പിണങ്ങും, കലഹിക്കും.
ഇതൊക്കെ ഈ പറയാനുള്ളത് തുറന്നു പറയണമെന്നും അമ്മായിയുടെയും അമ്മാവിന്റെയും മുമ്പിൽ ഫോർമാലിറ്റീസിന്റെ പൊയ്മുഖമണിഞ്ഞ് ഒരിക്കലും നിൽക്കരുതെന്നും നിർബന്ധമുണ്ടായിരുന്നുകൊണ്ടുമാണ്. അതിര് കടന്ന സ്വാതന്ത്ര്യം ഞാൻ എപ്പോഴെങ്കിലും എടുത്തു പോയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഏയ് സുരേഷ്, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. തനിക്കറിയാമല്ലോ ശ്രീദേവി ഇന്ന് വല്ലാതെ അപ്സെറ്റാണ്. അറിയാം, പക്ഷേ അമ്മായി എന്തിന് ഇത്ര സെന്റിമെന്റൽ ആകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാത്തത്. സോറി സുരേഷ്, സുരേഷിനത് മനസ്സിലാകില്ല. കാരണം ക്രൂരമായ ബലാത്സംഗത്തിനും പിന്നീട് നിന്ദ്യമായ സ്വഭാവഹത്യക്കും ഇരയായത് സുരേഷിന്റെ ആരുമല്ല. പക്ഷെ ഒരു സ്ത്രീക്ക്, ഒരമ്മയ്ക്കത് മനസ്സിലാകും. പൈശാചികമായി ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടി എനിക്കെന്റെ ബിന്ദുമോളെ പോലെ തന്നെയാണ്. ബിന്ദുമോളെ പോലെയാണെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ബിന്ദുമോളല്ലോ. സുരേഷ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ അമ്മായിക്ക് എന്റെ അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ? ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മുടെ ബിന്ദുമോളായിരുന്നു എന്ന് സങ്കല്പിക്കൂ. എന്തായിരിക്കും സുരേഷിന്റെ പ്രതികരണം? ശ്രീദേവി, പറയൂ സുരേഷ്. ഇങ്ങനൊരു ദുരന്തം നേരിട്ടത് ബിന്ദുവിനായിരുന്നെങ്കിൽ സുരേഷ് അവളെ വിവാഹം ചെയ്യുമോ? സത്യസന്ധമായ മറുപടിയാണ് എനിക്ക് വേണ്ടത്. അമ്മായി, സത്യസന്ധമായ മറുപടി തന്നെ തരാം. ഐ വിൽ മാരി ഹെർ, ഡെഫിനറ്റ്ലി. ഇവിടെ പെൺകുട്ടി നിർദോഷിയാണ്. കാരണം അവൾ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അവളുടെ അനുവാദമില്ലാതെ ബലം പ്രയോഗിച്ചുള്ള ചൂഷണം അല്ലാതെ ഉഭയസമ്മതപ്രകാരമുള്ള ഒരു വ്യഭിചാരത്തിന് മുതിരുകയായിരുന്നില്ല അവൾ. അവൾ 100% ഇന്നസെന്റ്. അല്ലെങ്കിലും എന്റെ ഭാര്യ, അവൾ എന്റെ ഭാര്യയാകുന്ന നിമിഷം തൊട്ട് 100% എന്റെ മാത്രം ഭാര്യയായിരിക്കണമെന്നേ എനിക്ക് നിർബന്ധമുള്ളൂ. ആ നിമിഷം തൊട്ട് മാത്രം. അല്ലാതെ അവളുടെ ഭൂതകാലം ചിക്കിച്ചികയുക എന്ന ചീപ്പ് പരിപാടിക്ക് എന്നെ ഒരിക്കലും കിട്ടില്ല. ഗുഡ്, ദാറ്റ് മസ്റ്റ് ബി ദ സ്പിരിറ്റ്. ശ്രീദേവി, എത്ര നല്ല മരുമകനെയാണോ നമുക്ക് കിട്ടാൻ പോകുന്നത്. ബിന്ദുവിന്റെ ഭാഗ്യം. ബൈ ദ ബൈ, ബിന്ദുവിനൊന്ന് വിളിക്കാം. വൈകുന്നേരം ബീച്ചിൽ വെച്ച് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ബീച്ചിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ആക്സിഡന്റ് കേസ് വന്നത്. അത് അറ്റൻഡ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ഇച്ചിരി വൈകി. ബീച്ചിൽ പോകാൻ പറ്റിയില്ല. ബിന്ദു പരിവച്ചിരിക്കുകയായിരിക്കും ഇവിടെ. ബിന്ദു ബീച്ചിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടില്ല. 8 കഴിഞ്ഞല്ലോ. ബിന്ദു ഒരു പക്ഷെ എന്നെ കാത്തിരിക്കാവൂ. ഞാനൊന്ന് പോയി നോക്കാം. മടങ്ങി വരും വഴി ഡാൻസ് ടീച്ചറെ ഒന്ന് കാണാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. ശ്രീദേവി, ആ ടീച്ചറെ ഒന്ന് വിളിച്ച് ചോദിക്കും ബിന്ദു അവിടെ ഒന്ന് പോന്നോ എന്ന്. പോന്നിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കാൻ പറയും. സുരേഷ് പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരും. ഷുവർ. അമ്മായി ഒന്ന് വിളിക്കും. ഹലോ, ഭാനുമതി ടീച്ചറല്ലേ? നമസ്കാരം. അതെ, ഇത് അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ വീട്ടിൽ നിന്നാ. ബിന്ദുവിന്റെ അമ്മയാ? ബിന്ദു അവിടെ നിന്ന് പോന്നോ? അവിടെ വന്നില്ലെന്നോ? ഇല്ല, ബീച്ചിൽ പോയതാ. വരുന്ന വഴി ടീച്ചറെ കാണാൻ അവിടെ കയറുമെന്ന് പറഞ്ഞിരുന്നു. ശരി, വെക്കട്ടെ. ടീച്ചറുടെ വീട്ടിൽ ചെന്നില്ലെന്ന്. അവള് പിന്നെ ഇവിടെ പോയി? ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോയിരിക്കും. ഹലോ, ഇത് അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ വീട്ടിൽ നിന്നാ. അതെ, ശ്രീദേവി ആന്റിയാ തനു മോളെ. ബിന്ദു അവിടെ വന്നിരുന്നോ? ഇന്ന് തമ്മിൽ കണ്ടിട്ടേ ഇല്ലെന്നോ? അതെ, എത്തിയിട്ടില്ല. വെക്കട്ടെ. ഈ രാത്രിയിൽ അവൾ എവിടെ പോയി? ഒരുപക്ഷെ ബീച്ചിൽ കാത്തിരുന്നിട്ട് എന്നെ കാണാതെ വന്നപ്പോൾ എന്നെ അന്വേഷിച്ച് ബിന്ദു ഹോസ്പിറ്റലിൽ പോയി കാണും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വാസന്തി, ഇത് ഡോക്ടർ സുരേഷ് കുമാർ. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ? വൈകുന്നേരം അഡ്മിറ്റായ ആക്സിഡന്റ് കേസ് എങ്ങനെ? ബിന്ദു അവിടെ വന്നിരുന്നോ? ഇല്ല. ഷുവറാണോ? മിനിയോട് ഒന്ന് ചോദിച്ചു. ഇല്ല, ഷുവറാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ല. ബിന്ദു ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കും. അമ്മായി വെറുതെ ബേജാറാവണ്ട, അവൾ ഇങ്ങ് വരും. ഹലോ, അതെ, ഇത് ബിന്ദുവിന്റെ അമ്മയാ. എന്താ സേതുലക്ഷ്മി? ബിന്ദു എപ്പോഴാ കോടതിയിൽ നിന്ന് പോയത്? ലില്ലിയുടെ വീട്ടിൽ 6 മണിക്ക് കൂടാന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ ചിലയിടത്തൊക്കെ വിളിച്ചു ചോദിച്ചു, ഒരു വിവരവും ഇല്ല. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചു പറയണേ. ഇത് നോക്ക്, സ്ത്രീ ശക്തിയുടെ സേതുലക്ഷ്മിയെ വിളിച്ചത്. കോടതിയിൽ നിന്ന് ബീച്ചിലേക്ക് പോകും മുമ്പ് 6 മണിക്ക് ലില്ലിയുടെ വീട്ടിൽ വെച്ച് കാണാമെന്ന് ബിന്ദു പറഞ്ഞിരുന്നു. അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ. സ്ത്രീ ശക്തിയിലെ പ്രവർത്തകരൊക്കെ ലില്ലിയുടെ വീട്ടിൽ കാത്തിരിക്കുക. ബിന്ദുവിനെ കാണാഞ്ഞിട്ട് സേതുലക്ഷ്മിയാ വിളിച്ചത്. നീ അവളുടെ ഫ്രണ്ടില്ലേ ആലിസ്, അവരെ ഒന്ന് വിളിച്ചു ചോദിക്കുക. ഹലോ,
ഇത് അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ വൈഫാ. ആലീസിനൊന്ന് കൊടുക്കോ? ആലീസാ, ആലീസേ, ഇത് ശ്രീദേവി ആന്റിയാ. ബിന്ദു ഇന്നവിടെ വന്നിരുന്നോ? ഇല്ലേ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. വെക്കട്ടെ? ഹരിയേട്ടാ, നമ്മുടെ മോൾ. ശ്രീദേവി, ശ്രീദേവി, ബിന്ദുവായിരുന്നു. ആന്റിയോട് ഞാൻ പറഞ്ഞില്ലേ പരിഭ്രമിക്കേണ്ട കാര്യമില്ല എന്ന്. ഞാനൊന്ന് നോക്കട്ടെ. ഏയ് ശ്രീദേവി, നീ എന്താ ഇങ്ങനെ തൊട്ടാവാടിയ പോലെ? ഏയ്, നീ കണ്ണുമുഖമൊക്കെ തുറക്ക്. നിന്നെ കാണുന്നവർ കരുതും ഇവിടെ എന്തോ വലിയ അത്യാഹിതം സംഭവിച്ചെന്ന്. നീ എവിടെയായിരുന്നു ഇതുവരെ? ഞങ്ങളൊക്കെ നിന്നെ കാണാതെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. ബിന്ദു, വൈ ആർ യു കീപ്പിംഗ് മം? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ചോദിക്കുന്നതിന് മറുപടി പറയൂ. നീ എവിടെ പോയിരുന്നു? സ്ത്രീശക്തിയുടെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സ്ത്രീശക്തി നോൺസെൻസ്. നിനക്കൊന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നു? ഞങ്ങൾ അനുഭവിച്ച ടെൻഷനെ കുറിച്ച് നിനക്ക് വല്ല ചിന്തയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞോ ടെൻഷൻ അനുഭവിക്കാൻ? വൈകി വന്നതും പോരാ. നിൽക്ക്. നിന്റെ മുഖത്തെന്താ? മുഖത്ത് 2 കണ്ണ്, അവയ്ക്കിടയിൽ മൂക്ക്, അതിന് താഴെ വായ, വായക്കുള്ളിൽ മോളെ, നീ എന്താ സുരേഷിന് ഇങ്ങനെയൊക്കെ? ഞാൻ പിന്നെ എന്തു വേണം? ബിന്ദു, കൺട്രോൾ യുവർ ടങ്. അവിടെ നിൽക്ക്. നീ എവിടെ പോകുന്നു? ബിന്ദുവിനോട് നിൽക്കാനല്ലേ അമ്മ പറഞ്ഞത്? അവിടെ നിൽക്ക്. എന്റെ കയ്യിന്ന് വിട്. കയ്യിന്ന് വിടാൻ. നമ്മുടെ വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മതി അധികാരമെടുക്കലും ഭരണവും ഒക്കെ. ബിന്ദു, മോളെ, നിനക്കിത് എന്താ പറ്റിയേ? ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ പറഞ്ഞിട്ടാണ് ബിന്ദു ബീച്ചിൽ പോയത്. പക്ഷേ എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കാത്തിരുന്ന് ബിന്ദു വല്ലാണ്ട് ബോറടിച്ചിട്ടുണ്ടാവും. അതാ എന്നോട് ഇത്ര പരിഭവം. എനിക്ക് ആരോടും പരിഭവമില്ല. എനിക്ക് സ്ത്രീ ജന്മം നൽകിയ ഈശ്വരനോട് പോലും. സ്ത്രീശക്തിയുടെ ഇന്നത്തെ സമ്മേളനത്തിൽ എല്ലാവരും കൂടി എടുത്ത തീരുമാനമായിരിക്കും ആരോടും പരിഭവിക്കരുതെന്ന്. അതൊക്കെ പോട്ടെ, നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് തീർച്ച. എന്താണത്? പറയൂ. എന്താ മോളെ? എന്താ എന്റെ മോളുടെ കണ്ണു നിറഞ്ഞത്? സന്തോഷം കൊണ്ടല്ല മോളെ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്നെ ഓർത്ത് മാത്രമല്ല, സ്ത്രീയായി പിറന്ന ഈ ലോകത്തെ എന്റെ എല്ലാ സഹോദരിമാരെയും ഓർത്ത്. കേസിന്റെ വിധി പ്രതികൂലമായതുകൊണ്ടാവും ബിന്ദു ഇങ്ങനെ. വിധി പ്രതികൂലം? ശരിയാണ്, ഇതെന്റെ വിധിയാ. ഹലോ. യെസ്, അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ് ഹിയർ. ആര്? ഗോപൻ തമ്പിയോ? എന്താ ഗോപൻ? ഓ, വിക്ടറി സെലിബ്രേഷൻ നടക്കുന്നു. ഗുഡ് ഗുഡ്, ക്യാരി ഓൺ, യു എൻജോയ്. ബിന്ദു ഇവിടെ ഉണ്ട്. ഞാൻ പറയാം. കൊടുക്കണോ? ഷുവർ ഷുവർ, ഓക്കെ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഓ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ബിന്ദു, 1 മിനിറ്റ്. ഗോപൻ തമ്പിയാണ് വിളിച്ചത്. അയാൾക്കെതിരെ കേസ് നടത്തിയെങ്കിലും നിന്നോടൊട്ടും പരിഭവമില്ലെന്ന് അറിയിക്കാൻ പറഞ്ഞു. അയാളോടുള്ള നിന്റെ നീരസ് ഉപേക്ഷിക്കണമെന്നും പഴയതുപോലെ നിങ്ങൾ രണ്ടും നല്ല സുഹൃത്തുക്കളായി തുടരണമെന്നുമാണ് അയാളുടെ ആഗ്രഹം. തമ്പിയുടെ ഫാമിലിക്കാർ പണക്കാരാണ്, പ്രതാപികളാണ്, എന്തിനും പോന്നവരാണ്. അങ്ങനെയുള്ളവരുടെ ശത്രുത നമ്മൾ ഒരിക്കലും സമ്പാദിക്കരുത്. കലഹം തീർക്കാൻ തമ്പി തന്നെ മുൻകൈയെടുത്തത് നമ്മുടെ ഭാഗ്യം. ഇതാ എന്താ ഇത്? നിനക്കൊരു സമ്മാനം, ഗോപൻ തമ്പിയുടെ വക. കേസ് അയാൾ ജയിച്ച സന്തോഷത്തിനല്ല, നിന്റെ പിണക്കം തീർക്കാനാ. സമ്മാനം? അത് അയാൾ എനിക്ക് നേരത്തെ തന്നു കഴിഞ്ഞു. നീ അത് വലിച്ചെറിഞ്ഞോ? ബിന്ദു, നിന്റെ ധിക്കാരം കുറെ കൂടുന്നുണ്ടോ? നിന്നെ ഞാൻ. ഹരിയേട്ടാ, എന്താ ഇത്? അരുതമ്മാവ, കൺട്രോൾ യുവർ സെൽഫ്. എന്താ നിർത്തിയത്? തല്ല് തല്ല്, എന്നെ കൊല്ല്. എനിക്കിനി മരിച്ചാൽ മതി. സോറി സോറി. എന്റെ മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ.
എന്റെ പൊന്നുമോളെ അടിക്കാനോങ്ങി ഈ കൈ എനിക്കിനി വേണ്ട. അമ്മ എന്തായി കാട്ടുന്നത്? നിർത്തു. ഛേ, എനിക്കെന്ത് പറ്റി? സ്വയം മറന്നു, ഇത്ര ചീപ്പായി. ടേക്ക് ഇറ്റ് ഈസി. ഓട്ടമാവ, ഫോർഗെറ്റ് ഇറ്റ്. സുരേഷ്, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ എന്റെ മോളുടെ നേർക്ക് കൈ ഓങ്ങുന്നത്. എന്താ അമ്മാവ ഇത്? കൊച്ചു കുട്ടികളെ പോലെ. എടോ, അവളെന്റെ ഒരേ ഒരു മകളാ. തോളത്തും തലയിലും വെക്കാതെയാ ഞങ്ങൾ അവളെ വളർത്തിയത്. അവളുടെ കണ്ണ് നിറയുന്നത് കാണാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. കേസിന്റെ വിധിയറിഞ്ഞ് ബിന്ദു ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു തെറ്റുമില്ല. ആ പെൺകുട്ടി ബിന്ദുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ? അവൾക്ക് വേണ്ടി കേസ് നടത്തിയ സ്ത്രീ ശക്തിയുടെ നേതാവുമാണ് ബിന്ദു. പിന്നെ ബീച്ചിൽ വെറുതെ ഏറെ നേരം കാത്തിരുന്ന് ബോറടിപ്പിക്കുകയും ചെയ്തു ഞാൻ. ഛേ, വേണ്ടായിരുന്നു. തമ്പിക്ക് വേണ്ടി ആ കേസ് ഞാൻ വാദിക്കണ്ടായിരുന്നു. എത്ര പേരുടെ ശാപവും ശത്രുതയും ഞാൻ അത് കാരണം ഏറ്റുവാങ്ങി. അമ്മായി, എന്തു പറ്റി? ശ്രീദേവി, എന്താ നീ എന്താ വല്ലാതെ പറയേ? എന്താ ഉണ്ടായത്? ഉണ്ടായത് ലോകത്തിലൊരു അമ്മയും തന്റെ മകളെ കുറിച്ച് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്തത്. ഒന്ന് തെളിച്ചു പറയൂ അമ്മായി, എന്താ സംഭവിച്ചത്? ഇരുട്ട്. എന്റെ മുന്നിലും ഇരുട്ടാണ് കുഞ്ഞെ, കൂരിരുട്ട്. അവന്റെ ഒരു സമ്മാനം. ഹരിയേട്ടാ, നമ്മുടെ മോള് പറഞ്ഞത് നേരാണ്. അവൾക്ക് സമ്മാനം നേരത്തെ കിട്ടിയിരിക്കുന്നു. സമ്മാനമോ? എന്ത്? ആര് കൊടുത്തു? കൊടുത്തത് ഗോവിൻ തമ്പി. സമ്മാനം മോനപകപ്പെടുത്തൽ. ഹരിയേട്ടൻ ഇന്ന് നിർദോഷിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയ ഗോവിൻ തമ്പി അയാളുടെ വിക്ടറി സെലിബ്രേഷൻ ആരംഭിച്ചത് നമ്മുടെ ബിന്ദുമോളുടെ ശരീരത്തിലാണ്. നമ്മുടെ മോളുടെ ജീവിതം തകർന്നു പോയല്ലോ ഹരിയേട്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ബിന്ദു, എന്താണ് ഉണ്ടായത്? എനിക്കതറിയണം. പറയൂ ബിന്ദു, എന്താ ഉണ്ടായത്? ഈ മൗനം എന്നെ അസ്വസ്ഥനാക്കുന്നു. എനിക്ക് പറയാനുള്ളത് കേട്ടാ സുരേട്ടന്റെ അസ്വസ്ഥത വർദ്ധിക്കുകയുള്ളൂ. അത് ഞാൻ സഹിച്ചോളാം. നിനക്കെന്തു പറ്റി? എനിക്കതറിയണം. അതറിയാനുള്ള അവകാശം എനിക്കുണ്ട്. സുരേട്ടൻ എന്റെ ഭാവി വരനാണ്. തീർച്ചയായും നിങ്ങളത് അറിയണം. സുരേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് എന്ത് സംഭവിച്ചാലും അതറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഞാനെല്ലാം പറയാം. ഡോണ്ട് വേസ്റ്റ് ടൈം. കം ഓൺ, ക്വിക്ക്. വൈകുന്നേരം ബീച്ചിൽ ഏറെ നേരം ഞാൻ സുരേട്ടനെ കാത്തിരുന്നു. സുരേട്ടൻ വന്നില്ല. ഒടുവിൽ കാത്തിരുന്നു മടുത്തപ്പോ ഞാൻ മടങ്ങിപ്പോരാൻ എണീറ്റതാ. അപ്പോഴാ ഒരു സ്ത്രീ ഓടി വന്ന് പറഞ്ഞത് സുരേട്ടന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായെന്നും ICUവിൽ അഡ്മിറ്റ് ചെയ്തെന്നും അച്ഛനും അമ്മയും ഹോസ്പിറ്റലുണ്ടെന്നും അച്ഛന്റെ നിർദ്ദേശപ്രകാരം എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് അവർ വന്നതെന്നും പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? പറയൂ, കമോൺ. അതൊരു ട്രാപ്പാണെന്ന് ഞാനപ്പോൾ മനസ്സിലാക്കിയില്ല. ആ സ്ത്രീ ചൂണ്ടിക്കാട്ടിയ കാറിൽ ഞാൻ കയറി. കാറിന് വേഗത പോരെന്ന് എനിക്ക് തോന്നി. കാറ് കുറെ കൂടി സ്പീഡിൽ ഓടിക്കണമെന്നും കഴിയുന്നതും വേഗം എനിക്ക് സുരേട്ടന്റെ അടുത്ത് എത്തണമെന്നും പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കി. അപ്രതീക്ഷിതമായി ആ സ്ത്രീ ഒരു ടവൽ കൊണ്ട് എന്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. സർവശക്തിയും എടുത്ത് കുതറി മാറാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഉണരുമ്പോ ഏതോ ഒരു മുറിയിൽ കിടക്കുകയായിരുന്നു ഞാൻ. എന്റെ സമീപത്ത് തമ്പിയുണ്ടായിരുന്നു. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ എന്തോ പിടിച്ചടക്കിയതുപോലെ അയാൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ പിന്നെ അയാൾ എന്നെ അപ്പോൾ നീ നേക്കടായിരുന്നു. അയാൾ നിന്നെ സുരേഷ്, അയാൾ നിന്നെ എന്ത് ചെയ്തു? എനിക്കതറിയണം. കമോൺ. അയാൾ എന്നെ നിന്നെ പറയൂ. എന്നെ നശിപ്പിച്ചു. സുരേഷ്, സുരേഷ്, I have every right to know it.
Come on, tell me, quick. Dr. Suresh Kumar, will you please shut up your mouth? Okay. But ബിന്ദു, അപരിചിതയായ ഒരു സ്ത്രീ വന്ന് വിളിച്ചപ്പോൾ നീ എന്തിനു കൂടെ പോയി? സുരേട്ടന് പെട്ടെന്ന് അസുഖം ബാധിച്ചെന്നറിഞ്ഞപ്പോ ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആയി പോയി. അച്ഛനാണ് ആ സ്ത്രീ അയച്ചതെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം ഉണ്ടായില്ല. സംശയിക്കണമായിരുന്നു. സന്ധ്യ കഴിഞ്ഞ സമയം. നീ ഒറ്റയ്ക്കാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സ്ത്രീയെ നിനക്ക് പരിചയമില്ല. ഇതൊക്കെ എന്തോ നീ ചിന്തിക്കാതെ പോയത്? പറഞ്ഞില്ലേ ഞാൻ അപ്പോൾ അപ്സെറ്റ് ആയിരുന്നെന്ന്. തെറ്റും ശരിയും ചിന്തിക്കാനാവുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ. നിനക്കെന്റെ മൊബൈലിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് പോരായിരുന്നു അപരിചിതയായ സ്ത്രീയോടൊപ്പം ഇറങ്ങി പുറപ്പെടാൻ? പിന്നെ ഐസിയുയിൽ കഴിയുന്ന സുരേട്ടനല്ലേ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്? തമ്പിക്കെതിരെ കേസ് നടത്തിയവളാണ് നീ. അതിന് പകരം വീട്ടാൻ അവസരം കാത്തിരിക്കാൻ അയാളെന്ന് നീ ഓർക്കണമായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തെന്നാണോ സുരേട്ടൻ പറഞ്ഞു വരുന്നത്? പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് നീ. ആവശ്യത്തിന് വിദ്യാഭ്യാസവും ലോകപരിചയമുള്ളവൾ. പട്ടണത്തിൽ നടക്കുന്ന വെട്ടിപ്പുകളെയും അക്രമങ്ങളെയും കുറിച്ച് അറിവുള്ളവൾ. ആ നിനക്ക് നിന്നെ സൂക്ഷിക്കാൻ കഴിയാതെ പോയത് തെറ്റ് തന്നെയാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എങ്കിൽ പിന്നെ സ്വയം വരുത്തി വെച്ച് വിനകൾ സ്വയം അനുഭവിച്ചു തീർത്തോണം. സുരേഷ്, സ്വയം രക്ഷിക്കാൻ ത്രാണിയില്ലാത്തവളാണ് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും രക്ഷിക്കുക എന്ന ഭാരം ചുമലിലേറ്റി ഇപ്പോൾ നട്ടലൊടിഞ്ഞു കിടക്കുന്നത്. ഡോക്ടർ സുരേഷ് കുമാർ, അതെന്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം അതിരുകിടക്കുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ അനിവാര്യമാകും. പക്ഷെ ഒന്ന് സുരേട്ടൻ മറക്കരുത്, കേസിന്റെ വിധി അറിഞ്ഞതോടെ ബീച്ചിൽ പോകാനോ സുരേട്ടനോടൊപ്പം ഉല്ലസിക്കാനോ പറ്റിയ മൂഡിലായിരുന്നില്ല ഞാൻ. എന്നിട്ടും ഞാൻ ബീച്ചിൽ പോയത് സുരേട്ടന് തന്ന വാക്കു പാലിക്കാൻ മാത്രമാണ്. ബീച്ചിൽ പോയിരുന്നില്ലെങ്കിൽ ഇന്നിങ്ങനെ ഒരു ദുരന്തം എനിക്കുണ്ടാവില്ലായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? അതിന് ഡോക്ടർ സുരേഷ് കുമാറിനൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചത് എനിക്കല്ലേ? നീ എന്റെ ഭാവി വധുവല്ലേ? അങ്ങനെ ആവേണ്ടെന്ന് വെക്കാം. അപ്പോ പിന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ ഡോക്ടർ ഭയപ്പെടേണ്ടല്ലോ. ബിന്ദുമോളെ, അമ്മേ, തമ്പിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ എന്റെ ശരീരം പിച്ചു ചീന്തി. പക്ഷേ ഈ മനുഷ്യൻ കാരണമൊന്നുമില്ലാതെ എന്റെ മനസ്സുകൂടി കഷ്ണം കഷ്ണമായി ചീന്തി എറിയുന്നു. ഇത് കൊടും ക്രൂരതയാണ്. എനിക്ക് സഹിക്കാനാവുന്നില്ല അമ്മേ. ഇപ്പോഴാണ് അമ്മേ എന്റെ തകർച്ച പൂർത്തിയായത്. ഞാൻ പോകുന്നു. സുരേഷ്, എവിടെയെങ്കിലും പോയി അല്പനേരം സ്വസ്ഥമായിട്ടിരിക്കും. പോകും മുമ്പ് ഡോക്ടർ സുരേഷ് കുമാറിനോടൊരു ചോദ്യം. ഒരുവൻ എന്നെ മാനഭംഗപ്പെടുത്തിയെന്ന് കേട്ടപ്പോ അസ്വസ്ഥനായി സ്വാസ്ഥ്യം തേടി പോകാൻ തുനിയുന്ന നിങ്ങൾ അതേ കൃത്യം നിർവഹിക്കാൻ ഒരു അവസരം കിട്ടിയ ആ അവസരം ആഘോഷപൂർവ്വം മുതലാക്കുമോ, അതോ സൗമനസ്സോടെ വേണ്ടെന്ന് വെക്കുമോ? പ്രലോഭിപ്പിച്ചും പ്രോമിസുകൾ നൽകിയും ഭീഷണിപ്പെടുത്തിയും എന്നെ കളങ്കപ്പെടുത്താൻ താങ്കൾ തുനിഞ്ഞിട്ടില്ലേ? ഒരിക്കലല്ല, പലതവണ. എല്ലാ ബന്ധങ്ങളും മറുത്തുമുറിച്ച് കടന്നു പോകും മുമ്പ് എന്റെ ജീവിതത്തിൽ താങ്കളോടുള്ള ഈ അവസാനത്തെ ചോദ്യത്തിന് മറുപടി പറയൂ. ഇല്ല, താങ്കൾ മറുപടി പറയില്ലെന്ന് എനിക്കറിയാം. താങ്കളുടെ മറുപടി എന്റെ മാതാപിതാക്കൾക്ക് തെല്ല് ആശ്വാസമായേനെ. സാരമില്ല, താങ്കളുടെ മൗനത്തിൽ നിന്ന് അവർ മറുപടി ഊഹിച്ചിട്ടുണ്ടാവും. ഞാൻ ഇറങ്ങുന്നു. ഒരു മിനിറ്റ്. Better you take her to a hospital. you need not bother about it. She needs a thorough checkup. Why the hell you should bother about it? 30 ദിവസം മുമ്പ് നമ്മുടെ വിവാഹ നിശ്ചയ ദിവസം ചടങ്ങുകൾ കഴിഞ്ഞപ്പോ താങ്കൾ എന്നെ റൈഡിന് കൊണ്ടുപോയി. താങ്കൾ മറന്നിട്ടുണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നു. കടൽക്കരയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്റ്റാർ ഹോട്ടലിലെ സ്വകാര്യതയിലേക്ക് താങ്കൾ എന്നെ ക്ഷണിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറി. എന്നെ നിനക്ക് വിശ്വാസമില്ല എന്ന് താങ്കൾ ചോദിച്ചു. വിശ്വാസത്തിന്റെ പേരിൽ എന്നെ ഒരു പരീക്ഷണത്തിന് വിധേയാക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞപ്പോ ഫലമായി എന്നെ എടുത്തുപോക്കി മുറിയിലേക്ക് നടക്കാൻ താങ്കൾ ഒരു ശ്രമം നടത്തി. കുതിരി മാറി എന്റെ പരിഭവം തീർക്കാനായി അന്ന് താങ്കൾ എനിക്ക് സമ്മാനിച്ചതാണ് ഈ ടിൻ. കൃത്യം 72 ടോഫി ഇതിൽ അടച്ചിട്ട് ബാക്കി വന്നവ നമ്മൾ മടക്കയാത്രയിൽ തിന്നു തീർത്തു. അന്നു മുതൽ ദിവസവും രാത്രിയിൽ കിടക്കും മുമ്പ് അതിൽ നിന്ന് ഓരോന്ന് തിന്നണമെന്നും 72ാം പക്കം നമ്മുടെ വിവാഹ രാത്രിയിൽ അവസാനത്തെ ടോഫി ഒരുമിച്ച് തിന്നണമെന്നും താങ്കൾ പറഞ്ഞു. ഇനി എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്കും അതിന്റെ ആവശ്യമില്ല. പിരിയും മുമ്പ് അവസാനത്തെ കടവും തീർക്കണം. അതെനിക്ക് നിർബന്ധമാണ്. ഞാൻ പോകുന്നു. ഇതും കൂടി കൊണ്ടുപോകും. You bastard! അയാളെ കുറ്റപ്പെടുത്തണ്ട. അയാളുടെ സ്ഥാനത്ത് ഹരിയേട്ടനായിരുന്നെങ്കിൽ ഹരിയേട്ടൻ ഇത് തന്നെ ചെയ്യുമായിരുന്നു. ശ്രീദേവി,
ഇതാണ് നിങ്ങൾ പുരുഷന്മാരുടെ സൗകര്യം. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടം എപ്പോഴും ഞങ്ങൾ സ്ത്രീകൾക്കാണ്. പാവം ബിന്ദുമോള്, നമ്മുടെ ഒരേ ഒരു മോൾ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അവളെ കുറിച്ച് നമുക്കുണ്ടായിരുന്നത്. എല്ലാം തകർന്നില്ലേ? അവളുടെ ജീവിതം തുലഞ്ഞില്ലേ? നിങ്ങൾ ഒരൊറ്റയാളാണ് ഇതിന് കാരണം. ഇതൊക്കെ സംഭവിച്ചത് നിങ്ങളാണ് എന്റെ മോളെ നശിപ്പിച്ചത്. നിങ്ങളാണ് ഈ കുടുംബത്തെ തകർത്തത്. ഒക്കെ തകർത്തില്ലേ? ഒക്കെ. ഇനി ഞാനും എന്റെ മോളും ജീവിക്കുന്നത് എന്തിനാ? കൊല്ലേ എന്നെ, എന്റെ മോളെയും കൊല്ലേ. മാപ്പ്. നമ്മുടെ മോള്. മോളെ, നിന്നെ എങ്ങനെയാ ഞാനൊന്ന് ആശ്വസിപ്പിക്കേ? ഈ അച്ഛനോട് എന്റെ മോള് ക്ഷമിക്കണം. സാരമില്ല അച്ഛാ, എന്ത് നേടാൻ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. അമ്മ തളരരുത്. ദുരന്തങ്ങളെ അതിജീവിക്കാൻ കൂടുതൽ ആത്മധൈര്യം നേടുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അമ്മ കരഞ്ഞ അച്ഛനെ തളർത്തരുത്. അമ്മ വേണം എനിക്കും അച്ഛനും ധൈര്യം പകരാൻ. ശരിയാണോ എന്റെ മോൾ പറഞ്ഞത്? തളരരുത്. നമ്മൾ ധൈര്യവും കരുത്തുമാർജിക്കണം. എന്തിനാ ബ്രീഫ് കേസിൽ നിന്നും റിവോൾവർ എടുക്കുന്നത്? റിവോൾവർ എന്തിനുള്ളതാണെന്ന് അറിഞ്ഞൂടെ ശ്രീദേവിക്ക്? ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. കോപൻ തമ്പി. വേണ്ട ഹരിയേട്ടാ, വേണ്ട. ഏതായാലും മരുതാതൊക്കെ സംഭവിച്ചു. പിരിയെന്ത് കരുതി നമുക്കിത് സഹിക്കാം. വഴക്കും ബഹളും ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടി ഇതൊന്നും അറിയിക്കണ്ട. ഈ മനോഭാവമാണ് തമ്പിയെ പോലുള്ളവർ ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബലാത്സംഗങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആത്മഹത്യകൾ പെരുകുന്നത്. പോകരുത്, പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോകണം. തമ്പി പേ പിടിച്ച പട്ടിയെ പോലെയാണ്. പേ പിടിച്ച പട്ടിയെ കൊല്ലുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇനിയേറെ നിരപരാധികളെ അവൻ കടിച്ചു കയറും. അതിനു മുമ്പ് അവന്റെ കഥ കഴിക്കണം എനിക്ക്. എന്റെ ഓൾക്കെന്നെ മനസ്സിലാവും. തമ്പിയെ പോലുള്ളവർ ഈ സമൂഹത്തിന് മുഴുവൻ ഭീഷണിയാണ്. അവരെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. മോളെ, നിന്റെ അമ്മയോട് എന്നെ തടയരുതെന്ന് പറയൂ. അച്ഛൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. എന്നാലും അച്ഛനെ തടയുന്നതിൽ നിന്ന് അമ്മയെ പിന്തിരിപ്പിക്കാൻ എനിക്കാവില്ല. ബട്ട് വൈ? തമ്പിയെ ശിക്ഷിക്കണ്ടേ? അവനെ ജീവനോടെ ഇരിക്കാൻ ഇനി അനുവദിക്കാമോ? ചാബല്യങ്ങൾ ഉണ്ടെങ്കിലും സുരേട്ടൻ എനിക്ക് ഇഷ്ടമായിരുന്നു. സുരേട്ടനെ നഷ്ടപ്പെട്ടതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാലം കുറെ കഴിയുമ്പോ ആ ദുഃഖം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടാൽ എനിക്കതൊരിക്കലും സഹിക്കാനാവില്ല അച്ഛ. പിന്നെ ഈ മോൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല. എന്റെ മോളെ, അച്ഛനൊന്നും സംഭവിക്കില്ല. ഇല്ല. ആ ഗോപൻ തമ്പിയെയും അയാളുടെ അച്ഛനെയും കൊന്നിട്ട് ആ കൊലപാതക കേസിൽ നിന്ന് എന്റെ തലനാരിഴ പോലും കേട് സംഭവിക്കാതെ രക്ഷപ്പെടാനുള്ള കഴിവ് സ്വന്തം കഴിവിൽ അച്ഛൻ അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അച്ഛാ തമ്പിയെ തളക്കാൻ ഈ റിവോൾവർ? അച്ഛന്റെ മാർഗമുണ്ടല്ലോ, നിയമത്തിന്റെ, നീതിയുടെ മാർഗം. അച്ഛന്റെ മുന്നിൽ ഈ മകളുണ്ട്, സ്ത്രീ ശക്തിയുണ്ട്. നമുക്ക് ഒരുമിച്ച് പൊരുത്താം അച്ഛാ. മോളെ, എന്റെ മോളെ. ഹലോ. അതെ. എന്താ? സേതുലക്ഷ്മി. ഉണ്ട്, കൊടുക്കാം. മോളെ, നിനക്കാ സേതുലക്ഷ്മി. എന്താ സേതു? എപ്പോൾ? സേതു ലില്ലിയുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. എന്താ മോളെ? എന്താ എനി പ്രോബ്ലം? യെസ്, ലില്ലിയുടെ അമ്മ 2 മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി. സേതുലക്ഷ്മി ഭാഗ്യത്തിന് തക്ക സമയത്ത് അവിടെ എത്തി. അമ്മയും മകളെയും ഒരു കണക്കിന് ആശ്വസിപ്പിച്ചിട്ട് അവർ തൊട്ടടുത്ത വീട്ടിൽ നിന്നാ ഫോൺ ചെയ്തത്. അച്ഛാ, ലില്ലിയുടെ അമ്മ ഒരു പാവമാണ് അച്ഛാ. അവരെന്തെങ്കിലും അവിവേകം കാട്ടും മുമ്പ് നമുക്ക് അവിടെ എത്തണം. അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ആശ്വാസമാകും, ധൈര്യവും. മോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ ഹരിയേട്ടാ, നമുക്ക് ആദ്യം ലില്ലിയുടെ വീട്ടിലേക്ക് പോകാം. ഓക്കേ, ശരി, നമുക്ക് അങ്ങോട്ട് പോകാം.
വിചാരണ. നാടകം സമാപിക്കുന്നു. നാടകരചന ശ്രീ എൻ കെ സെബാസ്റ്റ്യൻ. പങ്കെടുത്തവർ രാധൻ കണ്ണപുരം, അംബുജാക്ഷൻ, എ വി സരസ്വതി, പ്രമീള മോഹൻ. സംവിധാനം വി ചന്ദ്രബാബു.